ഇനി ഹലോ ഗുഡ് മോർണിംഗ്. വിഷു വിഷു പ്രമാണിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് നമ്മളെ യൂട്യൂബ് ചാനലിൽ. അപ്പം നാളെയാണ് വിഷു, ഇന്ന് തലേ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ വിളക്കൊക്കെ ഒരുക്കി വെച്ചേക്കുന്ന വീഡിയോ ആണിത്. അപ്പം എല്ലാമൊക്കെ തേച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചു. ഇനി വിളക്കൊരുക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് വിളക്കൊരുക്കണം. അപ്പം പോയി പൂവെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. ഒരുവിധമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വൈകിട്ടായി. എല്ലാ വിളക്ക് ഒരുക്കി ഫ്രൂട്ട്സ് എല്ലാം ഒക്കെ വെച്ചു, എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നാളെ രാവിലെ കണി കാണും. കണി കാണുമ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം. ഓക്കെ. അപ്പം എന്നെക്കൊണ്ടൊക്കും പോലെയെല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിഗ്രഹമൊന്നുമില്ല, ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമില്ല. അപ്പോൾ ഒരു പടം ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തു മാലയൊക്കെ കെട്ടി ഇട്ടു. ബാക്കി സാധനങ്ങളെല്ലാം വെച്ചു. കണ്ണാടി, മുണ്ട്, പഴമെല്ലാം വെച്ചു. അപ്പോൾ രാവിലെ കണി കണ്ട വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മോനെയും കൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ എണീറ്റ് കണി കണ്ടു. ഇനി കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങാണ്. മോനും അപ്പം ഞാൻ കൈനീട്ടം കൊടുക്കുന്നു. അതൊക്കെ പൈസയൊക്കെ വാവ അവളെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റില്ല, ഞാനെടുത്ത് കൊടുക്കണം. എടുത്ത് കൊടുത്ത് ഇങ്ങനെ അത് ഫോണൊക്കെ ചാരി വെച്ചിട്ടാണ് എടുത്തത്. അപ്പം എൻ്റെ കുഞ്ഞു വാവയ്ക്ക് അവൻ്റെ ആദ്യത്തെ വിഷുവാണ്. കൈനീട്ടം കൊടുത്തു. ഇനി പ്രിയ എനിക്ക് കൈനീട്ടം തരും. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാ നന്മയും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞൊരു വർഷമാകട്ടെ എല്ലാവർക്കും. ഇനിയിപ്പം കൈനീട്ടമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇനി നമ്മൾ അവനിനി ഞാൻ എടുക്കണം. അതിൻ്റെ ഒരു ബഹളം. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു. ഇപ്പം സന്തോഷമായി. വിളക്കൊക്കെ കണ്ട് തൊഴുതു. എടുക്കുന്നത് പിന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് വന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഹാപ്പി വിഷു എല്ലാവർക്കും പറയണമോ. അവൻ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണം. അവന് രാവിലെ മുതൽ ടാറ്റ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ കാപ്പി കുടിക്കാറായി. കാപ്പിയൊക്കെ കഴിച്ചിട്ട് കുളിച്ച് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലി, സാമ്പാറൊന്നും മോന് കൊടുക്കാറായില്ല, എരി. അങ്ങനെ ഇഡ്ഡലി നനച്ച് കഥയൊക്കെ പറഞ്ഞ് 1-2 പ്രാവശ്യമൊക്കെ കഴിക്കും കേട്ടോ അവൻ ഇഷ്ടപ്പെട്ടാൽ. അങ്ങനെ അവൻ ഇഡ്ഡലി കഴിക്കുന്നു. പിന്നെ നമുക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രിയ കുളിച്ചിട്ട് വന്ന് അവൾ ഭക്ഷണം കഴിച്ച്, അങ്ങനെ ഞാനും ഭക്ഷണം കഴിച്ച് കുളിച്ച് റെഡിയായി. ഇനി നമ്മൾ അവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അപ്പോൾ അവിടെ പോകാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കുന്നു. ഇഡ്ഡലിയിൽ സാമ്പാറൊക്കെ ചുടാ കോരി ഒഴിച്ച് എൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. സൂപ്പർ ഇഡ്ഡലി, സൂപ്പർ സാമ്പാർ. സൂപ്പർ ഇഡ്ഡലി, സൂപ്പർ സാമ്പാർ. അപ്പം ഇനി മോനും ഇവിടെ ഭക്ഷണം കൊടുത്ത് ഞാനും കഴിച്ച് അതിന് ശേഷം അവൻ ചിരിച്ച് ആസ്വദിച്ച് ഇങ്ങനെ അവനെങ്ങനെയെങ്കിലും 2 പ്രാവശ്യം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ 2-3 പ്രാവശ്യമൊക്കെ കഴിക്കും. ഇഡ്ഡലി ദോശയൊക്കെ അവന് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ അവൻ കഴിക്കും. കഴിച്ചിട്ട് ഞങ്ങൾ മോനെയും കുളിപ്പിച്ച് ഞങ്ങളൊക്കെ റെഡിയായി. ഇനി എനിക്ക് കുളിക്കണം, മോനെ കുളിപ്പിക്കണം. ശേഷം റെഡിയായി ഞങ്ങളിവിടെ അടുത്തൊരു അമ്പലത്തിലേക്ക് പോകും. എന്തൊക്കെയോ അമ്മയെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ എൻ്റെ മാവ. എന്നിട്ട് ഞങ്ങൾ കുളിച്ച് റെഡിയായി. ഇനിയിപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഒരു ആട്ടോ എങ്ങനെ വിളിച്ച്, യൂബറൊന്നും വിളിക്കുന്നില്ല, ആട്ടോ വിളിച്ച് പോകാൻ വേണ്ടി അങ്ങനെ ഇറങ്ങി. അവൻ ഇങ്ങനെ പോവാൻ റെഡിയായിട്ട് ടാറ്റ പോവാൻ റെഡിയായിരിക്കുകയാണ് അവൻ. ഞാൻ റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയിൽ കയറി. ഓട്ടോ കിട്ടുമായിരിക്കും, എന്തായാലും ഓട്ടോയിൽ കയറി അമ്പലത്തിലേക്ക് പോവാം. ഓട്ടോ വരുന്നത് വരെ ഒന്ന് നോക്കാം. ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഓട്ടോ വരുന്നത്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ എത്തി. ഓട്ടോ പകുതി വഴിയിലാണ് നിർത്തിയിരുന്നത്. ഭയങ്കര തിരക്കായതുകൊണ്ട് പിന്നെ നടന്നു പോയി. ഒരു കൃഷ്ണൻ്റെ അമ്പലമാണ്, ഭയങ്കര തിരക്ക്. തൊഴണേന്നും എടുക്കാൻ പറ്റിയില്ല. തൊഴുതിട്ടൊക്കെ ഇറങ്ങി
ഇഷാനൊരു ബലൂണൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങനെ നടന്നു പോവാണ്. തിരിച്ച് ഓട്ടോയിൽ നിന്ന് അവിടെ ട്രാഫിക് ആയതുകൊണ്ട് ഒന്നും കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു വഴിയുണ്ട്, അതിലേ കൂടെ നടന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ നടക്കുന്നു, ബലൂണൊക്കെ പിടിച്ച്. പിന്നെ അവിടെ ഭയങ്കര സൗണ്ടായതുകൊണ്ട് അവൻ ഇച്ചിരി കരച്ചിലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്നൊക്കെ തൊഴുതിറങ്ങി. അങ്ങനെ ഞങ്ങളിങ്ങനെ റോഡേ നടക്കുകയാണ്, ബലൂണും പിടിച്ച്. അമ്മയും മോനും കൂടെ ഇങ്ങനെ നടക്കുന്നു. ഞാനിങ്ങനെ വീഡിയോയും പിടിച്ച് പിറകേ നടക്കുന്നു. കുട എടുത്തില്ല, അതുകൊണ്ട് അതാണ് വെയിലിന് മറയ്ക്കുന്നത്. വലിയ ബലൂണായതുകൊണ്ട് എന്തായാലും വെയിലടിക്കാതെ കുടയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ അവൻ അത് കിട്ടിയപ്പോൾ ഇത്തിരി സന്തോഷമൊക്കെ ആയി. അതിൽ പിടിച്ച് റോഡേ കളിക്കാനുള്ള, അതായത് നൂല് പൊട്ടാമെങ്കിൽ അത് പറന്നങ്ങ് പോകും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇങ്ങനെ കൊണ്ട് കിടക്കുവാണ്. ഞാൻ ഇങ്ങനെ പിറകെ വരുന്നത് അവൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിറകെ വീഡിയോയും പിടിച്ച് ഇങ്ങനെ റോഡേ ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് എത്താറായി. കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, സദ്യ ഉണ്ടാക്കി, അവൻ്റെ ഇലയിട്ടു, അവന് കുറച്ച് ചോറ് കൊടുത്തു. അതോടുകൂടി ഇന്നത്തെ നമ്മളെ വീഡിയോ വിഷു അവസാനിച്ചു. എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കി കാണുമല്ലോ. അപ്പം എൻ്റെ കുഞ്ഞാവയ്ക്ക് ഇലയിട്ട് സദ്യയൊക്കെ കൊടുത്തു. അവൻ കുറച്ച് പരിപ്പും കൂട്ടിയൊക്കെ ചോറ് തിന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി